ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇത് നമ്മൾ ക്യാൻസറിന് മാത്രമാണോ അതോ ഡോക്ടർ ആദ്യം പറഞ്ഞല്ലോ ഈ ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഈ എക്സ്പെരിമെൻ്റ് ഒക്കെ നടത്തി കഴിഞ്ഞപ്പോൾ ആദ്യം നടത്തിയത് എലികളിൽ, ക്യാൻസറിൽ, വേറെ ഏതെങ്കിലും അസുഖമുള്ളവരിൽ ഇതുപോലെ നോക്കിയിട്ടുണ്ടോ? പിന്നെ കൂടുതലും മോളിക്കുലർ ഹൈഡ്രജൻ യൂസ് ചെയ്ത് വന്നത് നമ്മുടെ ഈ കോവിഡ് വന്ന സമയത്താണ്. കോവിഡ്-19 ആ 2019 അവസാന ഘട്ടത്തിലാണ് തുടങ്ങിയത്. എങ്കിലും 2020, 2021, 2022 സമയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് എന്താ പറയുക ഗ്ലോബൽ പാൻഡമിക് എന്നുള്ളൊരു ലെവലിലേക്ക് ഉയർന്നു വന്നത്. 2020-2021 കാലഘട്ടങ്ങളിൽ ചൈനീസ് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരുന്ന അവരുടെ ആരോഗ്യ വകുപ്പിൻ്റെ കീഴിലുള്ള 7ാമത്തെ ഗൈഡ് ലൈനിൽ മോളിക്കുലർ ഹൈഡ്രജൻ തെറാപ്പി വെന്റിലേറ്റർ ഇൻഡ്യൂസ്ഡ് ലങ് ഇഞ്ചുറിക്കും അതുപോലെ സൈറ്റോകൈൻ സ്റ്റോം റിവേഴ്സലിനും വേണ്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ടാമത്തെ ഇതിന് ഒരു വലിയൊരു ബൂം വന്നത് ഈ പോസ്റ്റ് കോവിഡ് സമയത്താണ്. കോവിഡ് വൈറസ് എന്ന് പറയുന്നത് സാർസ് ആൻഡ് കോഫ്, അതായത് സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം കോസിങ് നോവൽ കൊറോണ വൈറസ് 2 മോഡിഫൈഡ് വൈറസാണ്. അപ്പോൾ ഇതൊരു ത്രോംബോഫിലിക് വൈറസാണ് ശരിക്കും പറഞ്ഞാൽ. അതായത് ശ്വാസം മുട്ട് അല്ലെങ്കിൽ ചുമ അല്ലെങ്കിൽ കറ്റാറൽ സിൻഡ്രോംസിനേക്കാൾ കൂടുതൽ രക്തകോശങ്ങളെ തമ്മിൽ ഒട്ടിപ്പിടിപ്പിക്കാനുള്ള കഴിവ് കോവിഡ് വൈറസിനുണ്ടായിരുന്നു. സംഭവം കോവിഡ് വൈറസ് നമ്മുടെ ശരീരത്തിലോട്ട് കയറി നമ്മുടെ ലങ്സിലുള്ള എയ്സ് റിസപ്റ്ററിലാണ് കടിക്കുന്നത് എന്നുണ്ടെങ്കിലും അതിൻ്റെ ബാക്കിയുള്ള പത്തോഫിസിയോളജി എൻറ്റയർലി ഡിഫറൻ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ഇത്ര വലിയൊരു പാൻഡമിക് തന്നെ അതിന് കാഴ്ചവെക്കാൻ സാധിച്ചത്. ലങ്സിൽ ഒരു ഫോക്കസായി നമ്മൾ എടുക്കുമ്പോൾ കോവിഡ് വന്നിരിക്കുന്ന സമയത്ത് ഒരു കോവിഡ് ലങ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഇൻഫ്ലമേറ്ററി സ്റ്റോം സംഭവിക്കുന്ന ഒരു ലങ്ങാണ്. ഇൻ്റർലൂക്കിൻ 1, ഇൻ്റർലൂക്കിൻ 6, ട്യൂമർ നെക്രോസിസ് ഫാക്ടർ ആൽഫ ഇങ്ങനെയുള്ള സൈറ്റോകൈനുകളുടെ സ്റ്റോമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു കോവിഡ് രോഗിയുടെ കാറ്റഗറി സി കോവിഡ് രോഗിയുടെ ലങ്ങിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ലങ്സിൽ നടക്കുന്ന ഒരു കൊടുങ്കാറ്റ് പോലെ, സൈറ്റോകൈൻ കൊടുങ്കാറ്റ് പോലെ. ഇതിനെ റിവേഴ്സ് ചെയ്യാനും ചെറുക്കാനും അതുപോലെ ആൻറ്റി ഇൻഫ്ലമേഷൻ ചെലുത്താനും മോളിക്കുലർ ഹൈഡ്രജന് സാധിച്ചിരുന്നു എന്നുള്ളതാണ്.